ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ രണ്ടാമത്തെ അധ്യായമായ അപവാദ ദർശനത്തിലെ 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നു. ശ്ലോകം: ആനന്ദയേവാസ്തി ഭാതി നാന്യക്കിഞ്ചിദതോഖിലം ആനന്ദഘനമന്യെന്ന വിനാനന്ദേന വിദ്യതേ. ഒന്നുകൂടി ചൊല്ലാം: ആനന്ദയേവാസ്തി ഭാതി നാന്യം കിഞ്ചിദതോഖിലം ആനന്ദഘനമന്യെന്ന വിനാനന്ദേന വിദ്യതേ. അന്വയം: ആനന്ദ ഏവ അസ്ഥി, ആനന്ദ ഏവ ഭാതി, ന അന്യ കിഞ്ചിത്, അതഃ അഖിലം ആനന്ദഘനം വിനാ ആനന്ദേന അന്യ ന വിദ്യതേ. ആനന്ദം മാത്രമേ ഉള്ളൂ. കാണപ്പെടുന്നതെല്ലാം ആനന്ദം തന്നെയാണ്. ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല. അതിനാൽ സർവ്വതും ആനന്ദഘനമാണ്. ആനന്ദം രൂപം ധരിച്ച് നിൽക്കുന്നതാണ് സർവ്വതും. ആനന്ദമെന്നാൽ പൂർണ്ണതയുടെ അനുഭൂതിയാണ് എന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. പൂർണ്ണതയെന്നാൽ മറ്റ് ഒന്നില്ലാത്ത അവസ്ഥ, അഥവാ സർവ്വതും തികഞ്ഞ അവസ്ഥ. അതാണ് സർവമാത്മഗതം സുഖം എന്ന് പറയുന്നത്. അത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ്. അങ്ങനെയാണ് ബ്രഹ്മം ആനന്ദസ്വരൂപമാകുന്നത്. അങ്ങനെയുള്ള ആനന്ദസ്വരൂപിയായ ബ്രഹ്മത്തെയാണ് നാം പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ ഇവിടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നാം ദുഃഖമനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒരു ചോദ്യമുണ്ടാകാം. പ്രപഞ്ചത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നാം ദുഃഖം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം പ്രപഞ്ചത്തെ നാം ബ്രഹ്മമല്ലാത്ത മറ്റു പലതും ആയി കാണുന്നത് കൊണ്ടാണ് എന്ന് പറയണം. മാത്രമല്ല, നാം സ്വയം ബ്രഹ്മമാണ് എന്നുള്ള അറിവ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളതും ഒരു കാരണമാണ്. ഞാൻ ഉണ്ട് എന്ന് അറിയുന്നു എന്നതിൽ ഞാൻ ഉണ്ട് എന്ന അവസ്ഥ സത്തും, ഞാൻ അറിയുന്നു എന്നത് ചിത്തും ആണ്. സത്തും ചിത്തും ചേരുമ്പോൾ, അതായത് ഞാനുണ്ട് എന്നുള്ള സത്താസ്വരൂപവും ഞാൻ അറിയുന്നു എന്നുള്ള ചിത്ഭാവവും അഥവാ ബോധശക്തിയും രണ്ടും ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് ആനന്ദം. ആ അനുഭൂതിയിൽ ഞാനല്ലാതെ മറ്റൊന്നും ഇല്ല. അതുകൊണ്ടാണ് ആനന്ദത്തെ പൂർണ്ണതയുടെ അനുഭൂതി എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഞാനല്ലാതെ മറ്റെന്തെങ്കിലും ഉള്ളതായി അറിവ് വന്നാൽ, അഥവാ അങ്ങനെ ഒരു സങ്കല്പമുണ്ടായാൽ, എൻ്റെ പൂർണ്ണതയും ആനന്ദവും അവിടെ അസ്തമിക്കും. അപ്പോൾ ഞാനല്ലാതെ ഉള്ളതായ മറ്റു വസ്തുക്കളെ അറിയാനുള്ള ശ്രമം ആരംഭിക്കും. അപ്പോൾ ഏകമായ സച്ചിദാനന്ദമായ ബ്രഹ്മം ആണ് എന്ന് ഉള്ള അറിവ് നഷ്ടപ്പെടും. എന്നിലെ ആനന്ദം ഞാനല്ലാത്ത വസ്തുക്കളിൽ തേടി അലയാൻ തുടങ്ങും. ഈ അലച്ചിലാണ് ദുഃഖത്തിന് കാരണം. ഈ കാര്യം ജനനീ നവരത്ന മഞ്ജരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ വ്യക്തമാക്കപ്പെടുന്നു: ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാങ്കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം.
ഇവിടെ ഒന്നായ മാമതി എന്ന് പറഞ്ഞത് ബ്രഹ്മത്തിൻ്റെ അവസ്ഥയും 1000 ത്രിപുടി എന്നത് ഞാൻ എന്ന ജീവാത്മാവും ഞാൻ കാണുന്ന വൈവിധ്യമാർന്ന ജഗത്തും ഉണ്ട് എന്നുള്ള അവസ്ഥയുമാണ്. ആടലാം കടൽ എന്നത് സംസാരമാകുന്ന സാഗരവും അതിൽ ഒന്നായി വീണ് വലയുന്നു എന്ന ആശയം ആശയം എന്നത് എന്നിലെ മനോബുദ്ധി അഹങ്കാരങ്ങളുമാണ്. ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്നും ഇതിലെല്ലാം പ്രസരിക്കുന്നത് എന്നിലുള്ള ചിദാനന്ദം തന്നെയാണ് എന്നും തിരിച്ചറിഞ്ഞാൽ സർവ്വതും ആനന്ദഘനമാണ്. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവനെന്തുള്ളു നിന്ദ്യമായി. തന്നിൽ നിന്ന് അന്യമില്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന് എന്നുള്ള ഈശാവാസ്യത്തിലെ വാക്കുകൾ ഓർമ്മിക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.